ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എങ്ങനെയുണ്ട് എല്ലായിടത്തും മഴ? നമ്മുടെ അവിടെ മഴയൊക്കെ കുറഞ്ഞു. ഇന്നോട്ട് പിള്ളേർക്ക് ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഓണത്തിന് ഒരുക്കായിട്ട് ഇന്ന് ക്ലീനിങ് ഡേ 4ാമത്തെ ദിവസമാണ്. നമ്മളിന്ന് മതിലിൻ്റെ ഭാഗത്തുള്ള ഭാഗം ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ നമ്മൾ നട്ടിരുന്നത് ചെട്ടുമല്ലി തൈകളായിരുന്നു. പിന്നെ മതിലിനോട് ചേർന്ന് നമുക്കൊരു നാടൻ ചെമ്പരത്തിയുടെ തൈയും പിന്നെ ശംഖുപുഷ്പമാണുള്ളത്. ഇവിടെ നമുക്ക് പാരിജാതം നിൽപ്പുണ്ട് വലിയ മരമായിട്ട്. അപ്പം അതുകൊണ്ട് മാവും ഒക്കെ ഉള്ള കാരണം ഇവിടെ ഒരു ചോലയാണ്. ഞാൻ ചെട്ടുമല്ലി നട്ടിട്ട് ഒന്നും നന്നായില്ല, കുറച്ച് പൂവുണ്ടായുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിറച്ച് കാട് പോയി. അപ്പം ഞാൻ അവിടെയൊക്കെ ഇപ്പോൾ പറിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കുറച്ച് തൈകൾ മാത്രം ബാക്കി നിർത്താൻ വയ്ക്കണേ. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ പൂച്ചെടികളൊന്നും സെറ്റാവില്ല. ഞാൻ ഈ ചെട്ടുമല്ലി നട്ടതിന് മുന്നേ ആദ്യം സീനിയായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ സീനിയമൊക്കെ നിറച്ച് പൂവുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഞാൻ ചെട്ടുമല്ലി അത് കഴിഞ്ഞിട്ട് നട്ടത്. പക്ഷെ ചെട്ടുമല്ലി സെറ്റായില്ല. ഇനിയിപ്പോൾ നമുക്കിവിടെ വല്ല ഇലച്ചെടികൾ, ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ചെടികളാണ് നമുക്ക് നടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചട്ടിയിൽ ചെടികൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ കമ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാണ്. അത് കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബോർഡർ പ്ലാന്റ്സ് മാത്രമാക്കി നിർത്താമെന്ന് വിചാരിച്ചു. ഏകദേശം ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ക്ലീനിങ്. ഇനി ഒരു 5-6 ദിവസം കൊണ്ട് നമ്മുടെ മുറ്റം മുഴുവൻ ക്ലീൻ ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിക്കണേ. നമ്മൾ സാധാരണ ഇങ്ങനെ ചെടികളൊക്കെ പറിച്ച് കയ്യോടെ നമ്മൾ അടുത്ത ചെടി നടുക ചെയ്യാറ്. ഈ തവണ എനിക്ക് എന്താ നടണ്ടേന്ന് വലിയ പ്ലാനിങ് ആയിട്ടില്ല. അത് കാരണം ഞാൻ കുറച്ച് ചെടികൾ നിർത്തി അതിനൊക്കെ മണ്ണിട്ട് കൊടുത്ത് ഏകദേശം ഇവിടുത്തെ ക്ലീനിങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ വീഡിയോസ്? ഞാൻ തോട്ടത്തിൻ്റെ ക്ലീനിങ്ങും വളടലും ചെടി നടലൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിൽ കൂടുതൽ ഈ ചാനലിലുള്ളത്. അപ്പോൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാണുമ്പോൾ. ബോർഡർ പ്ലാന്റ്സ് മാത്രമായാലും എനിക്ക് ഇഷ്ടമായി. ഏകദേശം ഇപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ ഇനി ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളുടെ നട്ടിരുന്ന ചെടികളിലെ ചിലതിലൊക്കെ ഇപ്പോൾ പൂവുണ്ടായിട്ടുണ്ട്. ഞാനൊരു കന്നാച്ചെടി നട്ടിരുന്നു, വാഴച്ചെടി, റെഡ് കളറ്. അതിൽ പൂവുണ്ടായിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗമൊക്കെ കുഴപ്പമില്ലാതെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇടയ്ക്ക് ചൂലൊക്കെ വെച്ച് അടിച്ചു കൊടുക്കണം പുല്ല് വരാതിരിക്കാൻ. നമ്മൾ വൃത്തിയാക്കിയതോടൊപ്പം തന്നെ എല്ലാ ചെടികളുടെ ചുവട്ടിലും മണ്ണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം കയറാതിരിക്കാൻ. മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കെട്ടും. നമ്മുടെ വെണ്ടയും തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് നിൽക്കണത്. ഇനി കായ ഉണ്ടായാലും അറിയുള്ളൂ. സീനിയപ്പൂക്കൾക്ക് കളറ് കുറഞ്ഞു മഴ പെയ്തപ്പോൾ. ഉണ്ടമല്ലിയിലും പൂവുണ്ടായിട്ടുണ്ട്. നമ്മളുടെ ഓണത്തുമ്പി അങ്ങനെ നമ്മുടെ തോട്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. കന്നയുടെ ചെടിയിൽ ഈ റെഡ് പൂ വിരിഞ്ഞത് നല്ല ഇഷ്ടമായി എനിക്ക്. നമ്മുടെ ഈ ഓർക്കിഡ് കുറേ നാൾക്ക് ശേഷമാണ് പൂവുണ്ടാവണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.